ഹലോ ഈസ് വെൽക്കം ബാക്ക് ടു അദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ഒരു 30 ഡേ സീരീസ് പോലെ നമ്മൾ ചെയ്യുന്ന തുടങ്ങിയെന്ന് പറയുന്നത് ഇൻസ്റ്റാമോട്ട് ഓടി ഒരു മാസം കൊണ്ട് എത്ര രൂപ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും നമുക്ക് ചെറിയൊരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഒരു വീക്ക്ലി അപ്ഡേറ്റ് ചെയ്യാൻ തരാം. ഓരോ ദിവസം അപ്ഡേറ്റ് ഷോർട്സ് ആയിട്ടും വീക്ക്ലി അപ്ഡേറ്റ് എത്ര രൂപ നമുക്ക് ഒരു ആഴ്ച കൊണ്ട് ഏൺ ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും, എന്തൊക്കെയായിരിക്കും ഇതിനകത്തിലെ ചിലവ് കാര്യങ്ങളെല്ലാം ഒരു ഏറ്റവും കാര്യങ്ങളായിരിക്കും. ഞാൻ ഇത്ര ഒരാഴ്ച കൊണ്ട് ഓടി എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായി, എത്ര റീച്ച് ചെയ്യാൻ പറ്റും, ഏത് ടൈമിൽ ഓടണം, എപ്പോഴാണ് തിരക്കെന്നൊക്കെ ഉള്ള കാര്യം ചെറുതായിട്ടൊക്കെ മനസ്സിലായി. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ആയിരിക്കും ഈ വീഡിയോക്കകത്ത് ഫുള്ള്. നിങ്ങളുടെ പാർട്ട് ടൈം ജോബ് കാര്യങ്ങളൊക്കെ ഇന്ന ഫീൽഡിൽ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ ഫസ്റ്റ് കാര്യം തന്നെ പറയുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു 5 ദിവസം കൂടി 5 ദിവസം കൂടി ഉള്ളൂ. 7 ദിവസമുള്ളതിനകത്ത് 5 ദിവസം കൂടി ഉള്ളൂ. 2 ദിവസം ലീവ് എടുത്തു. കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഒരു ദിവസം 11 മണിക്കൂറൊക്കെ ഓടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അടുത്ത ദിവസം മടിയാണ്. മെയിൻ കാര്യം മടി. പിന്നെ അതുമല്ല ഈ വണ്ടിക്ക് റെസ്റ്റ് വേണം, നമുക്ക് റെസ്റ്റ് വേണം. ഈ ബൈക്ക് ഓടിക്കുന്ന പരിപാടിയില്ല, നടുവേദന അടിക്കാൻ പെട്ടെന്നായിരിക്കും നടുവേദന അടിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആ ഹെൽത്തൂടെ നോക്കിക്കൊണ്ടാണ് ഈ വണ്ടി എടുക്കുന്നത്. കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഇന്ന് തിങ്കളാഴ്ചയാണ്. ഈ ഫസ്റ്റ് വീക്ക് തുടങ്ങിയപ്പോൾ തന്നെ ഇന്ന് പോയില്ല. കാര്യം എന്ന് പറയുകയാണെങ്കിൽ വെള്ളി ശനി ഞായർ 3 ദിവസം അടുപ്പിച്ച് പണിയെടുത്ത് ഒരു 11 മണിക്കൂർ കൂടുതൽ പണിയെടുത്ത്. അപ്പോൾ ഞാൻ വെച്ച് ഇന്ന് റെസ്റ്റ് കൊടുക്കാം. ബോഡിക്ക് ഒരു റെസ്റ്റ് നമ്മൾ കൊടുത്തിരിക്കണം. ഹെൽത്ത് ഈസ് വെൽത്ത്. അതില്ലെങ്കിൽ പിന്നെ ഒരു കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് റെസ്റ്റാണ്. അതുകൊണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ഇന്ന് വീക്ക്ലി അപ്ഡേറ്റ് ഇന്ന് അങ്ങ് ചെയ്യാന്ന് പറഞ്ഞാണ് ഈ വീഡിയോ എടുക്കുന്നത്. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ നമ്മൾ 5 ദിവസം ഓടി നമ്മൾ എഗെയിൻ ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് 5,760 രൂപ കാണാൻ പറ്റുന്നുണ്ടോ? 5,760 രൂപ ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ വിചാരിക്കും 5,760 രൂപ ഏൺ ചെയ്ത് ഇപ്പം 5,760 രൂപ നമ്മുടെ കയ്യിലാണ് എന്നുണ്ടാകും. ഒരിക്കലുമില്ല. 5,760 രൂപ ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും ലീസ്റ്റ് ആണ്. ഞാൻ എല്ലാവരും പറയുന്നത് ഏറ്റവും ലീസ്റ്റ് ആണെന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് നോക്കിയാണ് ഞാൻ 5,260 രൂപ ആഴ്ചയിൽ ഉണ്ടാക്കിയതാണ്. 5,260 രൂപ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ 5,760 ഒരു 1,500 രൂപ പ്ലസ് പെട്രോൾ 1,500 അറൗണ്ട് ഒരു 1,500 രൂപ 1,400 സംതിങ് ആയതേ ഉള്ളൂ. പക്ഷെ 1,500 അറൗണ്ട് ഒരു 1,500 രൂപ പെട്രോൾ എക്സ്പെൻസ് ആയിട്ട് പോയി. എന്നാലും ബാക്കി നമുക്കൊരു എമൗണ്ട് ഉണ്ടേ. അതിൻ്റെ അകത്തുനിന്ന് ഫുഡ്, പിന്നെ ഇവിടുത്തെ റെന്റ് മാസാവസാനമല്ലേ, അപ്പോൾ ഇവിടുത്തെ റെന്റ് കാര്യങ്ങളൊക്കെ കൊടുക്കണം. പിന്നെ ഓൺ ബോർഡിങ് ഫീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് യൂണിഫോമിന്റെ ഫീസ് വന്നു, അത് ഇതിൻ്റെ അകത്തുനിന്ന് പോയി. അങ്ങനെ എല്ലാം കൂടെ ഫുഡ് എല്ലാം കൂടെ കഴിഞ്ഞ് എൻ്റെ കയ്യിൽ ഇപ്പോൾ സേവിങ്സ് ആയിട്ട് ഈ ആഴ്ച ഇരിക്കുന്ന ഫണ്ട് എന്ന് പറഞ്ഞാൽ 1,300 1,350 രൂപയാണ് ഇന്നത് ഈ ആഴ്ച നമ്മുടെ സേവിങ്സ് ആയിട്ടിരിക്കുന്നത്. കാര്യം എന്ന് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച 2 ദിവസം ഞാൻ ലീവ് എടുത്ത് പോയില്ല. അതുപോലെ തന്നെ എന്താ പറഞ്ഞ ഓൺ ബോർഡിങ് ഫീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് അങ്ങനെ പോയി. പിന്നെ ഈ ആഴ്ച എന്താണെന്ന് അറിയത്തില്ല, മഴയൊന്നും ഇതില്ല, 2 സർജും വലുതായിട്ടില്ലായിരുന്നു. പിന്നെ ചില അവറുകൾ ഞാൻ 5 മണിക്കൂർ ഓടിയിട്ടുണ്ട്, 6 മണിക്കൂർ ഓടിയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം. എന്നെപ്പോലുള്ള മടിയന്മാർക്ക് പറ്റിയ ജോലിയാണ് കാര്യമായിട്ട് പറയാണ്. അതുപോലെ തന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഓടുന്ന ഒരാൾക്ക് എങ്ങനെ പോയാലും ഒരു 10 രൂപ ഉണ്ടെങ്കിൽ ഒരാഴ്ച ഉണ്ടാക്കാൻ പറ്റും. ചത്ത് കടന്ന് ഓടണമെന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഇന്നോട്ട് ഒരു ടാർഗറ്റ് ഈ ആഴ്ച നമുക്ക് ഒരു ഇത്ര എമൗണ്ട് ടാർഗറ്റ് ഇട്ട് ആ എമൗണ്ട് സേവിങ്സ് ആയിട്ട് നമുക്ക് വേണമെന്നുള്ള ടാർഗറ്റിലാണ് ഞാൻ ഈ ആഴ്ച സെറ്റ് ചെയ്തേക്കുന്നത്. അത് ലാസ്റ്റ് ഞാൻ പറയാം അതെങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. പിന്നെ കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചു. രണ്ടാമത്തെ കാര്യം, ഇതാണ് മെയിൻ കാര്യം ഇന്ന് പറയാനുള്ളത്. അതായത് കുറേ പേര് മെസ്സേജ് അയച്ചു, ബ്രോ എന്തിനാണ് ഇൻസ്റ്റാമാർട്ട് ഓടുന്നത്, വീട്ടിലൊക്കെ കഴിഞ്ഞല്ലേ, അപ്പം വേറെ ജോലിക്ക് വല്ല നോക്കൂടെ, സപ്ലി ആണോ, അങ്ങനെ കുറേ മെസ്സേജ് വന്ന്. സപ്ലി ഇല്ലെന്ന് ഞാൻ പറയത്തില്ല, സപ്ലി ഉണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഒരു കോഴ്സിന് വന്നേക്കാണ്. ആ കോഴ്സ് ചെയ്യുമ്പം അതിനുള്ള ഫീസ് വീട്ടിൽ തരാമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ഇവിടെ നിൽക്കുന്ന ചിലവിനുള്ള ഫണ്ടും വീട്ടിൽ നിന്ന് ചോദിച്ചാൽ ഒന്നില്ലെങ്കിലും 10-22 വയസ്സിലാണ്. എന്തെങ്കിലും ജോലിക്ക് പോയി വീട്ടുകാരുടെ കയ്യിൽ നിന്ന് ഒരു ഇതില്ല, എന്താ പറയുന്നത്, എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ. എനിക്ക് ഫീസ് പോലും മേടിക്കണമെന്ന് തോന്നുന്നില്ല. പക്ഷെ നമ്മളിപ്പോഴത്തെ സാഹചര്യത്തിൽ മേടിക്കാതിരിക്കാനും ഒക്കത്തില്ല. അത് ചിലർക്കൊക്കെ റിലേറ്റ് ആവും അതൊരു കാര്യം. എനിക്കാണെങ്കിൽ ഒരു ജോലി അത്യാവശ്യമായിരുന്നു. അങ്ങനെ ഞാൻ കുറേ എടുത്ത് തേടിയാൻ കഴിഞ്ഞ വീടിക്കാൻ ഇതെല്ലാം പറയുന്നുണ്ട്. പിന്നെ ഒന്നുകൂടെ പറഞ്ഞ് നിങ്ങളെ പഠിപ്പിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാനായിട്ട് തന്നെ എടുത്തത്. എനിക്ക് ബൈക്ക് ഓടിക്കാൻ ഇഷ്ടമാണ്. അതുപോലെ ഈ ഡെലിവറി ജോബ്, ആൾക്കാരോട് സംസാരിക്കാൻ. മെയിൻ കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇതിനുള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂടും. പലതരത്തിലുള്ള ആൾക്കാരോട് നമ്മൾ സംസാരിക്കേണ്ടി വരും. പലതരത്തിലുള്ള കസ്റ്റമേഴ്സ് ആയിരിക്കും. നമുക്ക് അവരിലൊരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒന്നാമത്തെ കാര്യം എൻ്റെ ഇതിലാണ് ഞാൻ പറയുന്നത്. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഒത്തിരി സ്ഥലങ്ങൾ കാണാൻ പറ്റും. എനിക്ക് ബൈക്കൊക്കെ ഓടിക്കുന്ന ഭയങ്കര മൂഡ് പോയിരിക്കുന്ന നല്ല ഡിപ്രഷൻ മൈൻഡൊക്കെ വരുമ്പോൾ ഞാൻ മെയിനായിട്ട് ബൈക്ക് ഓടിച്ച് നടക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ അപ്പോൾ എനിക്ക് ഫുൾ ടൈം ഞാൻ ബൈക്ക് ഓടിച്ച് നടക്കുക. ഫുൾ ടൈം ബൈക്ക് ഓടിച്ച് നടക്കുക. അതായത് അങ്ങോട്ട് പോവുക, ഇങ്ങോട്ട് പോവുക, സാധനം കൊണ്ട് കൊടുക്കുക, തിരിച്ചു വരിക, സാധനം കൊണ്ട് കൊടുക്കുക, തിരിച്ചു വരിക.
അത് ഈ 4 മണി to 8 മണി എന്ന് പറയുന്ന ടൈം തിരുവനന്തപുരത്ത് ഭയങ്കര ട്രാഫിക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രാഫിക്. പിന്നെ നമ്മൾ ബൈക്ക് ആയതുകൊണ്ട് കുത്തിക്കയറ്റി അങ്ങ് അകത്ത് കയറി പോകും. അതുകൊണ്ട് വലിയ സീനൊന്നുമില്ല, ആ കാര്യത്തിൽ വലിയ സീനൊന്നുമില്ല. അപ്പം ഈ ഏണിങ്സ് ഒക്കെയാണ് പറഞ്ഞാൽ ബിടെക് കഴിഞ്ഞിട്ട് ഏതാണോ ജോബ് ചെയ്യുന്ന ബ്രോ അപ്ലൈ എന്നൊക്കെ പറഞ്ഞ് കുറേ കൂട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ആർക്കെല്ലാം ഞാൻ മെസ്സേജ് അയച്ചു കൊടുത്തിട്ടുണ്ട്. കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എത്രയെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് മേടിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ തന്നെ പാർട്ട് ടൈം ആയിട്ട് ജോബിന് പോകണം. ഈ കോഴ്സ് കഴിഞ്ഞ് കോഴ്സിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാവരും നമ്മൾക്ക് എഗ്രി ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ രീതിയിൽ പോകും. ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണെന്ന കാര്യങ്ങളെല്ലാം ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടരീസ്. പിന്നെന്ത് പറയാൻ, ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ചെറിയൊരു വീഡിയോ ആണ്. എക്സ്പെൻസ് പറയാൻ വേണ്ടി വന്നയാ. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കമൻറ്റ് വന്നില്ല എന്ന് പറയേണ്ടി വന്നു. എക്സ്പെൻസ് പറഞ്ഞല്ലോ 5700 സംതിങ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ 1500 ഇതിന് പോയി, പിന്നെ ബാക്കിയുള്ള ഫുഡിന് പോയി. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് 1000 സംതിങ് നമ്മുടെ കയ്യിലും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു മാസം ഇങ്ങനെ പോവുകയാണെങ്കിൽ ഏകദേശം ഒരു 10 രൂപ സംതിങ് സേവിങ്സ് കയ്യിൽ വേണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിലോട്ട് ഇറങ്ങിയത്. നോക്കാം ഗൈസ്, ഓണമൊക്കെ അല്ലേ വരുന്നത്, നമുക്ക് പൊളിക്കാം. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അടുത്ത അപ്ഡേറ്റ് ആയിട്ട് അടുത്ത ആഴ്ച എന്തായാലും വരുന്നതായിരിക്കും. നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം ഗൈസ്. അപ്പം ഓക്കെ, ബൈ.